എൻ്റെ പേര് രവീന്ദ്രൻ നായർ. ഞാനൊരു പഴയകാല ജേർണലിസ്റ്റാണ്. UNI എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കേരളത്തിലും തമിഴ്നാട്ടിലും വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. 15 വർഷം മുമ്പേ ഞാൻ റിട്ടയർ ചെയ്തു. ഈ സ്ഥലത്തിനും ഈ വീടിനും ഒരു ചരിത്രമുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണം എന്ന് കരുതിയപ്പോൾ 2002 ഞാൻ ഇവിടെ ഒരു വീട് പണിതു. വളരെ മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമായിരുന്നു. പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനൊരു ദൂഷ്യം വന്നത് മനസ്സിലായത് 2011 ഡിസംബർ 31 ഭയങ്കരമായ മഴയെ തുടർന്ന് വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ചില വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. അതിൽ ഒരെണ്ണം ഞങ്ങളുടെ ഈ താഴത്തെ ഭാഗം, വീടിൻ്റെ താഴത്തെ ഭാഗമായി. ആ താഴത്തെ ഭാഗത്ത് ഏകദേശം ഈ ലെവൽ വരെയും വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അന്ന് ഒരു തീരുമാനമെടുത്തതാണ് വീണ്ടും ഒരു വീട് വയ്ക്കണം. അത് 3ാമത്തെ വീടായിട്ട് വരും ഈ ലാൻഡിൽ തന്നെ. ഈ വീടിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു തേക്കിൻ്റെ വാതിൽ, വീടിൻ്റെ മുൻവശത്തെ ഡോറിന് വേണ്ടിയിട്ട് ഒരു തേക്കിൻ്റെ വാതിൽ വാങ്ങിക്കണമെന്നായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വർക്ക്ഷോപ്പിൽ പോയി അത് നോക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് മനോരമ ഓർഗനൈസ് ചെയ്ത ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു എക്സിബിഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് കാണാൻ പോയപ്പോൾ അവിടെ ടാറ്റ പ്രവേശിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായി ഈ ടാറ്റ പ്രവേശിനെ കുറിച്ച് കേൾക്കുന്നതും ടാറ്റ പ്രവേശിൻ്റെ ഡോറിനെ കാണുന്നതും. അതെനിക്ക് വളരെയധികം ഒരു ആകർഷകമായി തോന്നി. കാരണം ഇത് സ്റ്റീലിലുള്ള ഡോറാണ്, വളരെ സ്റ്റേഡിയാണ്, വളരെ എക്സലൻറ്റ് വുഡ് ഫിനിഷ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ ഇറ്റ്സ് മോസ്റ്റ് എക്കണോമിക്കൽ ഓൾസോ. കാരണം ഒരു ഈട്ടിയുടെയോ അല്ലെങ്കിൽ തേക്കിൻ്റെയോ ഡോറിന് പോകുന്നതിനേക്കാളും വളരെയധികം പണലാഭമുണ്ട്. അതേസമയം തടിയുടെ അതേ ബ്യൂട്ടിയോടുകൂടി തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് തന്നെ, ആ എക്സിബിഷൻ കാണുന്ന സമയത്ത് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. ഈ പുതുതായി വയ്ക്കുന്ന വീടിൻ്റെ മുൻവശത്തെ ഡോറിന് ടാറ്റ പ്രവേശ് തന്നെ ഞാൻ ഏർപ്പാട് ചെയ്യുന്നു.